അതിരപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു കുട്ടിയാനെ തുമ്പിക്കൈ മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഒരു നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. അമ്മ ആനയ്ക്കൊപ്പം 5 ആനകളുള്ള ഒരു കൂട്ടത്തിൽ ആണ് ഈ ആനയെ കാണുന്നത്. പിന്നീട് നാട്ടുകാർ ആദ്യം കാണുകയും വനംവകുപ്പിനെ അറിയിക്കുകയും ഒക്കെ ആയിരുന്നു. പല കോണിൽ നിന്നും ഈ ആനയെ കണ്ടെത്തണം എന്ന ഒരു ആവശ്യമുയർന്നു. കാരണം തുമ്പിക്കൈയില്ലാതെ ഇത് സർവൈവ് ചെയ്യുമോ, ഇതിന് ജീവിക്കാൻ പറ്റുമോ തുടങ്ങിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടെത്തണമെന്നൊരു ആവശ്യം പല കോണിൽ നിന്നും ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിൽ വനം മന്ത്രിയുടെ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാവുകയാണ്. വനമന്ത്രി ആ ആനയെ കണ്ടെത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ പൊതുവെ ഒരു ആവശ്യം അങ്ങനെ ഉയർന്ന സാഹചര്യത്തിലാണ് വനമന്ത്രി ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അമ്മയാനയ്ക്കൊപ്പമാണ് ഈ കുട്ടിയാനയുള്ളത്. പക്ഷേ അത് ആ മുറിവ് ഉണ്ടായി അത് ഉണങ്ങിയ നിലയിലാണ് നമുക്കത് മനസ്സിലാകുന്നത്. പക്ഷേ എങ്ങനെ ഇത് സംഭവിച്ചു എന്നറിയില്ല. ഒരു പക്ഷേ ഇര തേടുന്നതിനിടെ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുക്കിലോ മറ്റോ വീണ് തുമ്പിക്കൈ വലിച്ചെടുക്കുമ്പോൾ ഉണ്ടായ മുറിവാണോ, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നേരിട്ടിട്ട് സംഭവിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും സംശയങ്ങളായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തുമ്പിക്കൈ ഇല്ലാതെ ആനയ്ക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നതാണ് ഈ ദൃശ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടാകുന്നത്, ഈ ആനയെ കണ്ടെത്തുക എന്നത്. നമുക്ക് മന്ത്രിയുടെ പ്രതികരണം കേട്ടിട്ട് ഇതിലേക്ക് വിശദമായി തന്നെ എത്താം. ആനയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വാഴച്ചാൽ റേഞ്ചിൽ കണ്ടെത്തിയ ഒരാനക്ക് അവരുടെ തുമ്പിക്കൈയിൽ എത്രയോ വർഷമായ ഒരു റിങ്ങുണ്ട്. അത് കണ്ടുപിടിച്ച് ആ റിങ് നീക്കം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഇതിനകം തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അവരാ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. വളരെ പെട്ടെന്ന് ആനയുടെ ആ പരിതാപകരമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിരപ്പള്ളി പ്ലാന്റേഷനിൽ കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയാനയെ കണ്ടത്. ആനക്കുട്ടിയെ എങ്ങനെ രക്ഷിക്കാനാകും, എങ്ങനെ അതിജീവനം സാധ്യമാകുമെന്ന് പരിശോധിക്കുന്നു ന്യൂസ് 18 സേവ് ബേബി എലഫന്റ് ക്യാമ്പയിനിലൂടെ. നമുക്കൊപ്പം രാജു ഗുരുവായൂർ ചേരുകയാണ്. രാജു, ചൊവ്വാഴ്ചയാണ് ഈ ആനയെ ഈ പ്ലാന്റേഷനിൽ കാണുന്നത്. ആദ്യം കണ്ട നാട്ടുകാരൻ ഇത് കണ്ട് ദൃശ്യങ്ങൾ പകർത്തുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഈ വിവരം അറിയിക്കുന്നു. അവർ സ്ഥലത്തെത്തുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ നാട്ടുകാരനെ രാജു കണ്ടിരുന്നു. ഈ പ്രദേശത്തുള്ളവർ എന്താണ് പറയുന്നത് ഇതിനെക്കുറിച്ച്? എത്ര നേരം അത് അവിടെ തമ്പടിച്ചിരുന്നു? എങ്ങോട്ട് നീങ്ങി, ഏത് മേഖലയിലോട്ട് നീങ്ങി എന്നതൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. രേണുക, തുമ്പിക്കൈ മുറിഞ്ഞ ആനക്കുട്ടിയെ കണ്ടെത്താനുള്ള നിർദ്ദേശം നൽകിയതായാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ സാർ നമ്മോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആനയെ കണ്ടെത്തി സംരക്ഷണം നൽകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് രാവിലെ ഗുരുവായൂർ ദേവസ്വത്തിലെ ഗുരുവായൂർ കേശവന്റെ നടക്കിയിരുത്തിയ ദിവസത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു മന്ത്രി. അപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തൃശൂർ അതിരപ്പള്ളി വാഴച്ചാൽ റേഞ്ചിൽ ഏഴാറ്റുമുഖം മേഖലയിൽ ഇറങ്ങിയ ആനക്കൂട്ടത്തിലാണ് തുമ്പിക്കൈ മുറിഞ്ഞു പോയ ആനക്കുട്ടിയെ കണ്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. നാട്ടുകാരാണ് അഞ്ച് ആനക്കൂട്ടത്തിനിടയിൽ അമ്മയാനയുടെ അരികത്തായി ആനക്കുട്ടിയെ കണ്ടെത്തിയത്. ആറ്റിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങിയ സമയത്ത് മുതല പിടിച്ചാൽ ഇത്തരത്തിൽ തുമ്പിക്കൈ അറ്റുപോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. ആനക്കുട്ടിയെ ഇതേവരെ കണ്ടെത്താനായിട്ടില്ല. തുമ്പിക്കൈ ഇല്ലാതെ ആനയ്ക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്ന വിഷയത്തിൽ വിദഗ്ധർക്കും ആശങ്കയുണ്ട്. എന്നാൽ കുട്ടിയാനായതിനാൽ അമ്മയാനയുടെ കരുതൽ ഉള്ളതിനാലാകാം കുട്ടിയാനയ്ക്ക് തുമ്പിക്കൈ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്തത് എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. എങ്കിലും ആനയെ തെരഞ്ഞുപിടിച്ച് സംരക്ഷിക്കാനാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. അതിനായി ഉള്ള തിരച്ചിൽ കഴിഞ്ഞ ദിവസം തന്നെ ഊർജിതമാക്കിയതായും വനവകുപ്പ് ഇപ്പോൾ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ
ഈ ആനയെ സംബന്ധിച്ചിടത്തോളം ആന ഏഴാറ്റുമുഖം മേഖലയിലാണ് ആനയെ കണ്ടെത്തിയത്. ഈ ആനക്കുട്ടിയും ഈ ആനക്കൂട്ടവും അതേപടി ഈ കാടിന്റെ ഉൾവനത്തിലേക്ക് കടന്നുപോയി. പക്ഷെ ഈ കാടിന്റെ ഉൾവശത്ത് വളരെയധികം തെരച്ചിൽ നടത്തിയെങ്കിലും ആനക്കുട്ടിയെയോ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വനവകുപ്പ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. രേണുക. ശരി, രാജു ഗുരുവായൂരാണ് നമുക്ക് ഒപ്പം ചേർന്ന് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കൊപ്പം ഇപ്പോൾ ഡോക്ടർ PS ഈസ ചേരുകയാണ്. വന്യജീവി ഗവേഷകനാണ് അദ്ദേഹം. ശ്രീ PS ഈസ, ഈ ആനയെ, കുട്ടിയാനയെ കണ്ടത്, തുമ്പിക്കൈ ഇല്ലാത്ത ആനയുടെ ദൃശ്യങ്ങൾ വളരെ നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. നിരവധി സംശയങ്ങൾ ഇത് ഓരോരുത്തരിലും, ഈ ദൃശ്യങ്ങൾ കാണുന്ന ഓരോരുത്തരിലും നിരവധി സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. തുമ്പിക്കൈയില്ലാതെ ഒരാനയ്ക്ക് അതിജീവിക്കാനാകുമോ, എങ്ങനെ ജീവിക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. നമ്മൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇതൊരു ക്യാമ്പയിൻ ആക്കുന്നതും ഈ വിഷയം കൂടുതൽ ചർച്ചയാക്കാനും ഉദ്ദേശിക്കുന്നത്. സേവ് ബേബി എലഫന്റ് എന്ന ക്യാമ്പയിനിലൂടെ താങ്കളുടെ അനുഭവത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം മുൻപ് കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഈ അപകടം ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് താങ്കൾക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്? ഈ ദൃശ്യം കണ്ടപ്പോൾ വാസ്തവത്തിൽ അതിന്റെ ഒരു മുറിവ് ഉള്ളതായിട്ട് ചില സമയത്ത് ചില പോയിന്റ്സിൽ വെച്ച് തോന്നുന്നുണ്ടെങ്കിലും അത് അങ്ങനെ ആണോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് അതിൽ. എന്തായാലും ഈ തുമ്പിക്കൈ ഇല്ലാതെ ആനയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, നടക്കില്ല. കാരണം തുമ്പിക്കൈ വളരെ വെഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. വെള്ളം കുടിക്കാൻ ആണെങ്കിലും ഭക്ഷണം പിക്ക് ചെയ്ത് കഴിക്കാനാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് ആനകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും ഒക്കെ തുമ്പിക്കൈ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് പ്രായം വരെ. ഒരുപക്ഷെ പാല് കുടിക്കുന്ന ആ ഒരു കുറച്ച് നാളത്തേക്ക് മാത്രമേ അതിന് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോഴും 1 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് സപ്ലിമെന്റ് തുടങ്ങും. അതായത് ഒരു ഗ്രേസിയർ തന്നെയാണ് അപ്പോഴും പുല്ല് കൂടി തിന്നുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോ പാല് മാത്രം കുടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നമ്മൾ കാണുന്നത് ഏതാണ്ട് പൂർണ്ണമായും ആ തുമ്പിക്കൈയുടെ ഭാഗം അറ്റുപോയിട്ടുണ്ടെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഒരു ഭക്ഷണം എടുക്കുക അസാധ്യം തന്നെയാണ് അല്ലേ? അത് ബുദ്ധിമുട്ടാണ്, നടക്കില്ല. അത് ഇനിയിപ്പോ ഞാൻ ഇത്തരം ജീവികളെ അല്ലെങ്കിൽ പക്ഷെ അത് മുഴുവനായിട്ട് തുമ്പിക്കൈ അറ്റുപോയ ഒരു കുട്ടിയാനയോ അല്ലെങ്കിൽ വലിയ ആനയോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കണ്ടിട്ടുള്ളത് ഇപ്പൊ ശ്രീലങ്കയില് ഇടയ്ക്ക് കുറച്ച് മുറിഞ്ഞു പോയ തുമ്പിക്കൈ അറ്റുപോയ ആന കുട്ടിയെ കണ്ടിട്ടുണ്ട്. അന്ന് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് പലയിടത്തും മൈൻസ് ഒക്കെ വെച്ച് അതിൽ മുട്ടിയിട്ടാണെന്നാ പറഞ്ഞത്. അതുപോലെ മലേഷ്യയിൽ കണ്ടിട്ടുണ്ട് ചില ആനകള് കാലിന്റെ മുറിവ് പറ്റിയിട്ടും തുമ്പിക്കൈയുടെ ചില വ്രണങ്ങളൊക്കെ ഉള്ളതായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാതെ പ്രകൃതിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പറ്റില്ല. ഇപ്പോ വനം വകുപ്പ് പറയുന്ന മുതല പിടിച്ചതാകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇതിന് പ്രെഡേറ്റർ എന്ന് പറയാനായിട്ട് കടുവ മാത്രമേ ഉള്ളൂ. ആനക്കുട്ടികളുടെ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിന്റെ പുറകെ കടുവ സാധാരണ ഇതിലൊന്ന് ഫോളോ ചെയ്യും. അതേപോലെ തന്നെ മുതല് വെള്ളത്തിൽ ഇറങ്ങിയാൽ മുതല പിടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഇതിനെ ഇനിയിപ്പോ രക്ഷിച്ചു എന്ന് നമ്മൾ പറഞ്ഞ ആനയെ കൊണ്ടുവന്ന് നമ്മൾ ക്യാപ്റ്റിവിറ്റിയിൽ വെച്ചാലും എത്ര ആനയാണ് വളരെയധികം ഭക്ഷണം ആവശ്യമുള്ള ഒരു മൃഗമാണ്, വളരെയധികം വെള്ളം ആവശ്യമുള്ള മൃഗമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാം, അതായത് കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് പുല്ല് വെട്ടി കൊടുത്ത് എത്ര നാള് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി നമുക്ക് കൊടുത്തോണ്ടിരിക്കാൻ പറ്റും എന്നുള്ളത് ബുദ്ധിമുട്ടായ കാര്യമാണ്. ഇത് ഒരു സങ്കടകരമായ അവസ്ഥയാണ്. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഇതൊരു ഈ വന്യജീവി ആക്രമണത്തിലൂടെ കടുവയോ മുതലയോ പിടിച്ചു പോയതാകാനുള്ള സാധ്യത തന്നെയാണോ താങ്കൾ കൂടുതലായും കാണുന്നത്? അതോ ഈ കുടുക്കിലോ മറ്റോ പെട്ട് തുമ്പിക്കൈ വലിച്ചെടുക്കുമ്പോൾ അറ്റുപോയതാകാൻ സാധ്യതയുണ്ടോ? മറ്റേതെങ്കിലും തരത്തിൽ ഇപ്പോൾ വന്യജീവികളുടെ ശല്യമൊക്കെ പലയിടത്തുമുണ്ട്. നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്, ഈ പടക്കം വായിലിരുന്ന് പൊട്ടി മുറിവ് വന്ന ആനയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇതിന്റെ ശല്യം ഒഴിവാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടത്തിൽ പെട്ടതാകാനുള്ള സാധ്യതയുണ്ടോ? സാധാരണ ഈ കാടിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ ന്യൂസ് വെക്കുന്ന പരിപാടിയുണ്ട്, ഈ കുടുക്കുകൾ വെക്കുന്ന പരിപാടിയുണ്ട്.
ഈ കുട്ടികളാകുമ്പോൾ ആനക്കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ എക്സ്പ്ലോറേഷന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് ചുറ്റുപാടുകളിലൊക്കെ നടന്ന് നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ ഇനി ആ ഒരു രീതിയിൽ പറ്റിയതാണോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. ഇതിൽ എനിക്ക് തോന്നുന്നത് അതാണെങ്കിൽ അതാണെന്ന് നമുക്ക് ഉറപ്പില്ല. അതാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രദേശങ്ങൾ മുഴുവൻ അരിച്ചു പെറുക്കി നമ്മൾ ഇത്തരം ന്യൂസുകൾ മുഴുവൻ മാറ്റേണ്ടത് കാലം അതിക്രമിച്ചിരിക്കണം. കാരണം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റതൊക്കെ പിന്നെ പ്രകൃതിയിൽ നടക്കുന്നതാണ്. ഇപ്പൊ മുതല പിടിക്കുന്നതാണെങ്കിലും കടുവ പിടിക്കുന്നതാണെങ്കിലും. പക്ഷെ മറ്റ് മനുഷ്യരുടെ ഇടപെടൽ മൂലം ഉണ്ടാകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിന് പ്രതിവിധി കണ്ടെത്തണം. വേഗം തന്നെ നടപടികൾ എടുക്കുകയും വേണം. അത് അങ്ങനത്തെ ഏതെങ്കിലും കുരുക്കുകൾ ആ പ്രദേശത്തിൽ എവിടെയെങ്കിലും പന്നിക്ക് വേണ്ടിയോ മറ്റുള്ളതിനൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റണം. എന്നാലും മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അത് നമുക്ക് അതാകാം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒന്നിനും ഒരു തെളിവില്ല. പക്ഷെ ഇതിന്റെ ഇതില് അതെ സർവൈവൽ തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ കാട്ടാനക്കൂട്ടത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു പരിചരണത്തിലാണ് ആ കുട്ടിയാന എന്ന് മനസ്സിലാകും. അമ്മയാനയ്ക്കൊപ്പം ചേർന്നാണ് അതിനെ കാണുന്നത്. എത്ര നാൾ ആ പരിചരണം സാധ്യമാകും? തങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ ഈ ആനകളുടെ ഒരു സ്വഭാവം എന്താണ്? നമ്മൾ ഇപ്പോൾ മറ്റ് ജീവികളിൽ കാണുമല്ലോ, ഒരു പ്രായപരിധി കഴിയുമ്പോൾ അവരെ സ്വന്തമായി ഇരപിടിക്കാൻ വിടുന്ന ജീവികളാണല്ലോ. ആനയുടെ കൂട്ടത്തിൽ എങ്ങനെയാണ്? അതിൽ ഇങ്ങനെ ഒരു അവശത അല്ലെങ്കിൽ വൈകല്യം അനുഭവിക്കുന്ന ജീവിയാകുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ പ്രത്യേക പരിചരണം കൊടുക്കുമോ ആനക്കൂട്ടം? ആനകള് വളരെയധികം സഞ്ചാരപ്രിയരാണ്. അതായത് ഒരേ സ്ഥലത്ത് തന്നെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അവിടെ മരുഭൂമിയായി പോകും. അത് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ ഭക്ഷണം കിട്ടില്ല, വെള്ളം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സ്വഭാവമുണ്ട്. ആ സഞ്ചാരത്തിനിടയിൽ അതിന്റെ ഒപ്പം എത്തിപ്പെടാനുള്ള ആരോഗ്യമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് മാറുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ആനയുടെ അമ്മയാന മാത്രമായിരിക്കും കുറച്ച് കൂട്ടം മുഴുവൻ കുറച്ച് ദിവസത്തേക്ക് നിന്നേക്കും, അല്ലെങ്കിൽ 1-2 ദിവസം നിൽക്കും. അത് കഴിഞ്ഞാൽ അമ്മ കുറച്ച് ദിവസം കൂടി നിൽക്കും. ഇപ്പോ ചില സ്ഥലങ്ങളിൽ പണ്ട് പെരിയാറിൽ ഇതേപോലെ കണ്ടിട്ടുണ്ട്. ആനക്കുട്ടി നാച്ചുറൽ ഡെത്ത് ആയിരുന്നു. പക്ഷെ അമ്മ ഒരു കാരണവശാലും വനം വകുപ്പ് ജീവനക്കാരെ അടുത്തേക്ക് 2-3-4 ദിവസം അടുപ്പിച്ചില്ല. കുറെ കഴിഞ്ഞതിന് ശേഷമാണ് അതിനെ ഉപേക്ഷിച്ചിട്ട് തള്ളയാന പോയത്. അപ്പോ ഇത്തരം പരുക്ക് പറ്റിയ ആനകൾ ഇപ്പൊ നമ്മളുടെ നാട്ടിൽ തന്നെ, നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളം ഓർഫൻഡ് കാംസിനെ കിട്ടുന്നുണ്ട് നമുക്ക്. അതായത് ഈ കുട്ടിയാനകളെ ഉപേക്ഷിച്ച ഏതോ കാരണത്താൽ, എന്താ കാരണമെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല, ഉപേക്ഷിച്ചത് കുറെ എണ്ണത്തിനെ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോ കോടനാടും അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഫെസിലിറ്റിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മള് അതിനെ ഒരുവിധം, ചിലതൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ചിലത് മറ്റു പല അസുഖങ്ങളാൽ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ സാധ്യത കുറവാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ക്യാപ്റ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്നാലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കല്ല, ആ ആനക്കുട്ടിക്ക് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മളുടെ മുന്നിലുള്ള സാധ്യതകൾ എന്താണ് ശ്രീ PS ഈസ? കാരണം ഇങ്ങനെ നമുക്കറിയാം, മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ വലിയൊരു ആവശ്യം ഉയരുന്നുണ്ട്, ഇതിനെ കണ്ടെത്തണം, സംരക്ഷിക്കണം എന്ന തരത്തിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മന്ത്രി പറഞ്ഞതാകും അതിനെ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു സാധ്യതയും സാഹചര്യവും വിശദമായി പരിശോധിച്ചിട്ടുണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ അംഗവൈകല്യം വരുന്ന ഈ രീതിയിലുള്ള മൃഗങ്ങളെ ഏതെങ്കിലും തരത്തിൽ, നമ്മൾ മനുഷ്യരിലാണെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷനോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വന്യമൃഗങ്ങളിൽ പരീക്ഷണങ്ങളെങ്കിൽ പോലും ഏത് ഘട്ടത്തിലാണ്? ഇത് ഈ ഇത്തരം സാഹചര്യങ്ങളൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഒരുപക്ഷെ ഇതിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആനക്കൂട്ടത്തിൽ നിന്നും വേർപെടുത്തി എടുക്കുകയാണെങ്കിൽ, ഒന്ന് കുട്ടിയാനയാണ്, വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോ അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു പ്രശ്നവുമില്ലാത്ത ആനക്കുട്ടികളെ തന്നെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചിലയിടത്തൊക്കെ മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ചില പ്രശ്നങ്ങളാൽ മരണം സംഭവിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആനയെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കാം. കാരണം ഭാവിയിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ശ്രമം ശരി തന്നെ, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ വിജയിക്കും എന്ന് ഉറപ്പ് പറ്റില്ല. മറ്റൊരു കാര്യം, ഇപ്പൊ വന്യജീവികളെ കാട്ടിലെ പൈരവിഹാരം നടത്തുന്ന മൃഗങ്ങളെ മുഴുവൻ
നമുക്ക് എന്തെങ്കിലും കാലിനോ കൈയിനോ അല്ലെങ്കിൽ തുമ്പിക്കൈക്കോ പരിക്ക് പറ്റി എന്നും പറഞ്ഞ് എല്ലാത്തിനെയും ഓടിച്ചിട്ട് പിടിച്ച് ചികിത്സിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ്. അത് പ്രകൃതി തന്നെ അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അതിനെ കണക്കാക്കുകയായിരിക്കും നല്ലതെന്നാണ് അഭികാമ്യം. പക്ഷെ ഈ സ്നേഹം കൊണ്ട് നമ്മൾ പറയുന്ന കാര്യത്തെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. പക്ഷെ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും. കാരണം അങ്ങനെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കാട്ടിൽ കാണുന്ന ആനക്കുട്ടി ആയതുകൊണ്ടാണ് നമുക്കിപ്പോ സങ്കടം. ഒരു കാട്ടുപോത്തിന്റെ കുട്ടിയോ മാന്റെ കുട്ടിയോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുട്ടിയോ ആണെങ്കിൽ നമ്മൾ ഇത്രയധികം സങ്കടപ്പെടില്ല. അപ്പോ ആ ജീവിയോടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ എത്രമാത്രം അത് സാധ്യമാകും എന്നുള്ളത് പ്രായോഗിക തലത്തിൽ. ശരി, ഡോക്ടർ പി എസ് ഈസ ദയവായി ഞങ്ങളോടൊപ്പം തുടരണം.